വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ചില ചർച്ചകളോടുകൂടി തന്നെ തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ ഒരു സംശയ നിവൃത്തീകരണം വരികയാണ് അവിടെ. ദൈവം അതിനെ സഹായിക്കട്ടെ. ബ്രദർ, ഇന്ന് എന്താണ് നമ്മുടെ ടോപ്പിക്ക്? ഇച്ചിരി കാര്യമായിട്ടുള്ളൊരു ടോപ്പിക്ക്. അതായത് ഒരുപാട് ശുശ്രൂഷകർ ഇപ്പം പലതരം ആരോപണങ്ങൾ നേരിടുന്നു. അത് പണത്തിൻ്റെ ആരോപണം നേരിടുന്നു, സ്ത്രീ വിഷയങ്ങളിലുള്ള ആരോപണം നേരിടുന്നു, പ്രശസ്തി ദുർവിനിയോഗം ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ. അത് പണ്ട് കാലങ്ങളിൽ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു കാലമായതുകൊണ്ട് തന്നെ ആർക്കും എവിടെ ഇരുന്ന് എന്തും പറയാമെന്നുള്ളതുകൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഭയങ്കര വ്യാപകമായിട്ട് വരുന്നു. ഒരു യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകർ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ബ്രദറെ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിനോട്ട് ഇപ്പോൾ ഒത്തിരി ആധികാരികമായിട്ട് പറയാനുള്ള അറിവോ കാര്യങ്ങളില്ല. എന്നാൽ അനുഭവങ്ങളിൽ കുറെ വർഷമായിട്ട് ഒരു ദൈവദാസൻ എന്ന ലെവലിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇത് തന്നെ ഇപ്പം നമ്മുടെ ഓരോ നാട്ടിലെയും കൾച്ചറും ഓരോ രീതികളും എല്ലാം അനുസരിച്ച് വ്യത്യാസമായിരിക്കും. എന്നാലും നമുക്കൊരു കോമൺ പാറ്റേൺ ആയിട്ട് ഇപ്പം പുതുതായിട്ട് ശുശ്രൂഷകൾ കയറി വരുന്ന യൗവനക്കാര് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പാഷൻ ഇത്രയും ഒരു അനുഭവത്തിൽ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അതൊന്ന് വിശദീകരിച്ച്. തീർച്ചയായിട്ടും പറയാം. നമ്മളെ അതിനകത്ത് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ അതിനകത്ത് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഈ മണി, അതായത് ഈ സാമ്പത്തിക വിഷയങ്ങള് ദേവദാസന്മാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയങ്ങളാണ്. നമ്മളൊരിക്കലും നമ്മുടെ ഈ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തിയായിരുന്നല്ലോ. ആ സാമ്പത്തിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിൽ ജീവിക്കണം എന്നുള്ള ലെവലല്ല, ആ ദൈവിക നന്മകളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു സംതൃപ്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേ പിശാച് ദൈവികമല്ലാത്ത വഴിയിലൂടെ ഓഫർ ചെയ്യും. അതിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഞാൻ അതിനൊരു കാര്യം പറയാൻ, 2007 എൻ്റെ സഭ, കർത്താവിൻ്റെ സഭ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, എൽഷദായി റിവൽ ചർച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നീക്കങ്ങൾ വരുമ്പോൾ എനിക്ക് 2 ഓഫർ 2 ചർച്ചകളിൽ നിന്ന് വരുമോ, ചെങ്ങന്നൂർ തന്നെ ഉള്ളത്. ഒന്ന് വേറൊരു ചർച്ചിൽ. ഞാൻ അന്ന് ഈ പൊതു ശുശ്രൂഷകൾക്ക് ധാരാളം പോകുന്ന സമയമാണ്. അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ ശുശ്രൂഷയും വിടുതലാണല്ലോ. അപ്പൊ ആ ദേവദാസന, എൻ്റെ ഹെഡ് ഒരു ഗൾഫ് സ്ഥലവും, ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, അദ്ദേഹവുമായിട്ട് അവിടുത്തെ ലോക്കൽ പാസ്റ്റർ ചർച്ച ചെയ്തപ്പോൾ, ലോക്കൽ പാസ്റ്റർ എന്നല്ല, അദ്ദേഹം ഒരു ലീഡറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഷായി പാഷനെ ഒന്ന് എടുക്കാം. അപ്പൊ ആ സമയത്ത് ഒരു നല്ല തുകയും വിദേശത്തൂടെ ആ ചർച്ച ആയതുകൊണ്ട് ഒരു ഓഫർ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പാസ്റ്റർ പോകണം. അപ്പൊ അന്ന് എനിക്കൊന്ന് 10-15 കുടുംബമുണ്ട്. അപ്പൊ അവരങ്ങനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോഴും വൈഫ് പറഞ്ഞു, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമ്പോൾ പലർക്കും പ്രയോജനമായിരിക്കും. വൈഫ് പറഞ്ഞു, ഷായിച്ച, ദൈവം കൊണ്ട് നമുക്കൊരു വഴിയാണ്. കാരണം അന്ന് എനിക്ക് ഒന്നുമില്ല, എൻ്റെ തൊഴിലും വിട്ട് എന്തോ ചെയ്യേണ്ടത് ദൈവത്തോടൊരു അടയാളം. അങ്ങനെയാണ് ഒരു സഹോദരിയുടെ കൈ ഒടിഞ്ഞ് സൗഖ്യമായി. അവർ കോളനിയിൽ അവരൊരു 5-8 കുടുംബം വന്ന് ഞങ്ങളെ സ്നാനപ്പെടുത്തണം പറഞ്ഞ് നിൽക്കുന്ന ഘട്ടം. അപ്പൊ പിശാചിന് എപ്പോഴും അറിയാം എപ്പോഴാണ് ടെംപ്റ്റ് ചെയ്യേണ്ടത്. യേശുവിനെ വിശന്നപ്പോഴും വരുന്നില്ലേ, ആണല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫും പറഞ്ഞു, ദൈവം തുറന്നൊരു വഴി. ആ സമയത്ത് ഒരു 10,000 രൂപയോളം അന്നൊരു ഒരു നല്ലൊരു സാലറി ഒക്കെ ഓഫർ ചെയ്തു. അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനോട്, നോ, അത് നിന്റെ വഴിയല്ല. അപ്പൊ ദൈവാത്മാവ് നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു അതല്ല. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ സാഹചര്യങ്ങൾ സ്ത്രീകളോട് പറയുമ്പോൾ വിഷമം വന്നാൽ പോലും അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ കുടുംബങ്ങൾ, എൻ്റെ വീട്ടിലാണ് ആദ്യം ആരാധന തുടങ്ങും. കുടുംബങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ പത്തനംതിട്ട, ഞാൻ അത്ര ചർച്ചയോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ഒരു ശുശ്രൂഷ നടത്തിയപ്പോൾ അവിടുന്ന്, അതും അമേരിക്കയുമായി കണക്ട് ചെയ്തുള്ളൊരു ഹെഡ്, അവരെ അറിയാമല്ലോ അവര്. അപ്പൊ അവിടെ നിന്നും പറഞ്ഞു, അതെന്തോ അധികം ഓഫർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ട പഠനത്തിന്റെ കാര്യങ്ങളെ കാറ് വരെ ഓഫർ ചെയ്യുന്നു, പാക്കേജ്. പക്ഷെ അതും എൻ്റെ വൈഫ്, അയ്യോ ദൈവം കൊണ്ടുവന്ന വഴി. എല്ലാവരും ആ സമയത്തുള്ള അല്പം കൂട്ടായ്മയിലുള്ളവരും പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു നോ. കാരണം ഞാൻ പിന്നീട് അറിഞ്ഞു, അവിടെ 2 ദൈവദാസന്മാരെ എനിക്ക് പകരമായിട്ട് അപ്പോയിന്റ് ചെയ്തു 2 സ്ഥലത്തും. അവരൊരു 6 മാസത്തേക്കുള്ള നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ പറഞ്ഞത്. ദൈവം പക്ഷേ ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. പിശാചിനറിയാം എപ്പോഴെന്തൊക്കെയാ ചെയ്യേണ്ടത്. ഞാൻ അതിന് ഉദാഹരണം പറയാം. ഏശാവ് വിശന്ന് വരുമ്പോഴേ ആ യാക്കോബ തക്കതിനല്ലയോ പായസം ഒരുക്കി വെച്ചേ. ദൈവദാസന്മാർ മനസ്സിലാക്കേണ്ടത്, ന്യായമായി ജീവിക്കാൻ ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വളർച്ചയുണ്ട്, അതിൽ ദൈവിക നന്മയുണ്ടെന്ന്, ഈ ദാരിദ്ര്യം പറയുന്നതിന് പകരം ഒരു അനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ക്ഷേമമായിട്ട് ദൈവം നിങ്ങളെ നടത്തും. ഇപ്പം ശുശ്രൂഷകളിൽ ഇറങ്ങുന്ന ഒരാൾ, ഇപ്പം പാസ്റ്ററിന് ഇപ്പോൾ ഒരു ചോയ്സ് വന്നു, പാസ്റ്റർ അത് ദൈവശബ്ദം കേട്ടു, അത് വേണ്ട എന്ന് തീരുമാനിച്ചു.
പക്ഷെ അങ്ങനെ യോജിച്ചു പോകുന്നതും ദൈവഹിതമായിട്ട് വരത്തില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പോകാം. അങ്ങനെ ഒരു കോളിങ് ആ വ്യക്തിക്കെങ്കിലും അങ്ങനെ ചെയ്യാം. ഞാനത് തെറ്റായ വഴിയിലല്ല അത് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച എൻ്റെ വലിയൊരു ദർശനത്തിന് ഒരു തടസ്സം ഞാനത് പറഞ്ഞതിന്റെ കാരണം, എൻ്റെ ആ ഇല്ലായ്മയുടെ ടൈമിൽ എനിക്ക് വലിയൊരു ഓഫർ, വേറെയല്ല, പുറത്തുനിന്നല്ല, ഈ വഴി തന്നെ ശുശ്രൂഷകനുമാണ്. പക്ഷെ എൻ്റെ വലിയൊരു ദൗത്യമാണ് ഒരു സഭ സ്ഥാപിക്കുക എന്നുള്ള ദൈവത്തിന്റെ. അതിനെതിരെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്. നമ്മളെ പാഷ പറഞ്ഞു വരുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തുവാന്ന് നമ്മൾ തിരിച്ചറിയും. ഒറ്റ വാക്യം പറഞ്ഞ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാണ്. എന്നെ കുറിച്ചുള്ള വിളി ദൈവത്തിന് അതല്ല, ഒരു സഭ സ്ഥാപിക്കുകയും അതിലൂടെ ദൈവം ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതിനൊരു വിഘ്നത്തിനാണ്, മറ്റേ നന്മയായിരുന്നു. ഒരു ദേവദാസന്റെ ജോലി എന്ന് പറഞ്ഞാൽ ചെറു മോശമല്ലല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഒരാളിനോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന്റെ ഒരു കാര്യം ഡീറ്റെയിൽ തന്നാൽ മതി, നമുക്കൊരു നന്മ വിദേശത്തൊന്നും ഇവിടുന്ന് വരാൻ വഴിയുണ്ട്, പാസ്റ്റർ ഒന്ന് അതിന് സഹകരിച്ചാൽ മതി. കർത്താവ് നോന്ന് പറഞ്ഞു. ആ വ്യക്തി പോലും ഇന്ന് ഭൂമിയിലില്ല. കാരണം അത് പിന്നീട് എനിക്ക് മനസ്സിലായി, അത് ചതിക്കുഴി. കാരണം എനിക്കത് സാധാരണഗതി നമ്മുടെ ആ ദൈവം തുറന്നൊരു വഴിയല്ലേ, പക്ഷെ അത് ദൈവമക്കൾക്ക് വേണ്ട നല്ല വഴിയല്ല. വരുന്ന വഴികൾ, അത് ഓഫറുകൾ എന്തു വന്നാലും ദൈവികമാണോ, ദൈവശബ്ദം കേട്ട് അത് തിരഞ്ഞെടുക്കണം. അതാണ് നമ്മൾക്ക് എന്തോ ദിവ്യാഗ്രഹം അല്ലെങ്കിൽ എന്തോ വേറൊരു വഴിയിലേക്ക് തിരിയുന്ന, അത് അപകടത്തിന്റെ ഒരു കെണി തന്നെയാണ്. റാംബാവുവാണോ അങ്ങനെ ഒരു ദേവദാസൻ വിദേശത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പന്നൻ പുള്ളിക്ക് ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോടം വരെ ചെല്ലാൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയില്ല, ഇന്ന് ഫാസ്റ്റിങ്ങിലാണ്. കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല, ഫാസ്റ്റിങ്ങിലാണ്, എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്തെ പറ്റത്തുള്ളൂ. അപ്പൊ അദ്ദേഹം വീണ്ടും ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. ബ്ലാങ്ക് ചെക്ക് വന്നപ്പോൾ എന്തോ ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുമ്പോൾ അതാ നമ്മൾ ചെയ്യുന്ന, പിശാച് എപ്പോഴും വീണ് നമസ്കരിച്ചാൽ. അപ്പൊ ഈ ദേവദാസൻ എന്ത് ചെയ്യണം, ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ ഏത് തുക വേണേലും എഴുതിയെടുക്കാം. അപ്പൊ ആ ദൈവം കൊണ്ടുവന്ന് ആ സഭയ്ക്ക് ഒരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പം ആ വ്യക്തി പെട്ടെന്ന് ആ ദേവദാസൻ അത് കീറി കളഞ്ഞിട്ട് പറഞ്ഞു, തുണ്ടമായി കൊടുത്തിട്ട് പറഞ്ഞു, ചെന്ന പോരാ, നിനക്ക് ആ ദൈവത്തിന്റെ സെർവന്റിനെ വിലയ്ക്ക് വാങ്ങാനൊക്കത്തില്ല. കാരണം അത്ര തീഷ്ണത നിൽക്കുന്ന ഒരാൾക്ക് അത് പറയാനൊക്കത്തുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥനയ്ക്ക് മീതെ, അതിന് മീതെ വരുന്ന കാര്യങ്ങളെ പരിജ്ഞാനത്തോട്. ഇപ്പം നമ്മൾ പുതുതായിട്ട് ശുശ്രൂഷകൾ വരുന്നവരെ ഫോക്കസ് ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അപ്പം എപ്പോഴും നമുക്ക് നേരിടുന്ന ഒരു വിഷയമാണ് സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറണമല്ലോ. ഇപ്പോൾ ഒരാൾ മിനിസ്ട്രിയിലോട്ട് ഇറങ്ങി അയാൾക്ക് ആവശ്യങ്ങൾ നിറവേറണം. അപ്പം അതിന് ഉള്ള മാർഗങ്ങൾ, അത് പല മാർഗങ്ങളും ഇപ്പം ഒരു ചർച്ചിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇപ്പം ഇതല്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കും. ശുശ്രൂഷകളിൽ നിന്ന് ലഭിക്കുന്ന നന്മ ഉണ്ടായിരിക്കും. ചിലർ ജോലിയോടൊപ്പം ഇതിനോട് ചേർന്ന് ജോലിയും ചെയ്യുന്നു. അപ്പം ഇതിനകത്തൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പല ജോലിയും ചെയ്യുമ്പോൾ അത് ഈ ശുശ്രൂഷകർക്ക് ചേർന്നതാണോ എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബ്രോക്കർ എന്ന് നിന്ന് ഇപ്പോൾ ഒരു വസ്തു നോക്കുക, ഇതൊക്കെ പലപ്പോഴും പല ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെ ഒരു കട നടത്തുമ്പോൾ ചില പ്രോഡക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നൊക്കെ പറയുന്ന പോലെ അതിൽ എവിടാണ് ഒരു അതിർവരമ്പ് നമ്മൾ വരയ്ക്കാൻ പറ്റും? ബ്രദറെ, അതിനകത്തൊരു കാര്യം പറയാം. നമ്മൾ ചെയ്യുന്ന ദേവദാസന്മാർ ജോലി ചെയ്യേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. ജോലി ചെയ്യാനുള്ള സാഹചര്യമാണെങ്കിൽ ജോലി ചെയ്യും. ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നവർ ആദ്യം അവരുടെ മണിക്കൂറുകൾ ദൈവത്തിന് കൊടുക്കും. ചിലപ്പോൾ ഹാഫ് ഡേ ആയിരിക്കും. പിന്നെ അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു ഘട്ടം വരും. നമുക്ക് എത്രയോ പേര് നിരാശപ്പെട്ടിട്ടുണ്ടോ. ഞാൻ തൊട്ടൊന്ന് പോവാം. വിദേശത്ത് നല്ല ജോലി നിൽക്കുന്നവരോട് ഈ പ്രവാചകന്മാർ എന്ന് പറയും, നിന്നെ ഇത് ഇവിടല്ല കണ്ടിരിക്കുന്നത്, ദൈവം നിന്നെ ഭയങ്കര വിളിക. അപ്പൊ ഇവർക്ക് ഈ ആത്മഭാരം വരുമല്ലോ, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പെട്ടെന്ന് ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് നിത്യദാരിദ്ര്യത്തിലായിട്ട് വീണ്ടും തിരിച്ചു പോയി ആ ജോലിയിലേക്ക് പോകുന്ന, അങ്ങനെ ദൈവനാമം രക്ഷിക്കപ്പെടുമല്ലേ. അങ്ങനെയുള്ളവരുണ്ട്. ഒരാളുടെ ഹൃദയത്തിൽ അങ്ങനൊരു വിളി ഉണ്ടെങ്കിൽ ആ വ്യക്തി സന്തോഷത്തോടെ ഇറങ്ങി പുറപ്പെടുക. ആ വ്യക്തി ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്യും. പക്ഷെ ഒരിക്കലും ഒരു ഫുൾ ടൈം മിനിസ്ട്രി ഉള്ള ഒരു വ്യക്തി, ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ എൻ്റെ തൊഴിൽ വിട്ടപ്പോൾ അറിയാമല്ലോ, ഞാൻ ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ ഇറങ്ങിക്കിട്ട് ദൈവം ഞാൻ വിട്ട വലയും പടകും എടുക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല ഇതുവരെ. പൗലോസ് കൂടാരപ്പണി ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതിനകത്ത് അപകടം ഞാൻ പറയാം. പൗലോസ് കൂടാരപ്പണിയെ സംബന്ധിച്ച് പറയുമ്പോൾ പൗലോസിനൊരു അഭിമാനമായിരുന്നു ജോലി ചെയ്ത് ജീവിക്കണം. എന്നാൽ പൗലോസ് വാങ്ങുന്നുണ്ട്. നമുക്കറിയാം, ഫിലിപ്പിലേണത്തിൽ പറഞ്ഞു, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി തൃപ്തനായിരിക്കുന്നു. പക്ഷേ പത്രോസിനെയും കൊണ്ട് വലയും പടം എടുക്കാൻ സമ്മതിച്ചില്ല. കർത്താവിന്റെ ഉയർപ്പ് കഴിഞ്ഞ് ഇവരെ ഇറങ്ങി. പക്ഷെ കർത്താവ് അങ്ങനെ ഒരു ഫിഷിങ്ങിന് പോകുന്നതായിട്ട് അനുവദിക്കുന്നില്ല, ഒരു പ്രൊഫഷനാക്കി വിടുന്നില്ല. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു ചോദിച്ചാൽ, ആർക്കും ജോലി ചെയ്ത് ജീവിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ദൈവനാമത്തിന്റെ വിശ്വസ്തത
സത്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രൊഫഷൻ വരരുത്. ബ്രദർ പറഞ്ഞ അത് വിശദീകരിച്ച് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഈ റിയൽ എസ്റ്റേറ്റ് ദേവാസന്മാർ അറിയാമല്ലോ, വസ്തു വിഷയങ്ങളെ, വണ്ടി വിഷയങ്ങളിൽ ഒരിക്കലും സത്യസന്ധമായ ഒരു കാര്യം അവർക്ക് പറയാനൊക്കത്തില്ല. ഇപ്പൊ ഞാനൊരു പ്ലോട്ട് വാങ്ങി ഞാൻ വിൽക്കുക, അപ്പൊ എനിക്ക് ചിലപ്പോൾ അത് എൻ്റെ കൃത്യമായിട്ട് ചിലപ്പോൾ എനിക്ക് ഒരു ലാഭത്തിനായിരിക്കും അത് കിട്ടി, എനിക്ക് അവിടെ പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ അല്പം കുഴപ്പമുള്ള സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തിടമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തുവാ അതിന്റെ ഡോക്യുമെന്റിൽ എന്തെങ്കിലും തകരാറ്, ഇതൊന്നും പറഞ്ഞ് അവിടെ വിൽപ്പന നടക്കത്തില്ല. പറ്റൂ, ആ കള്ളം പറയേണ്ടി വരും. അത് ഒരു ദൈവിക ശുശ്രൂഷ, ഒരു വിശ്വാസി പോലും അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ദൈവിക ശുശ്രൂഷ അത് ചെയ്യാൻ ഒരിക്കലും പാടില്ല. പലരും പറയുന്നുണ്ട്, ഞങ്ങള് അവരാണെന്ന് വിചാരിച്ച പേര് ഞാൻ പറയുന്ന അറിയാമല്ലോ, പെന്തിക്കോസ് ആദ്യം പറയുന്നത് എന്ന് ചിന്തിച്ച് ഡീൽ ചെയ്ത, പക്ഷെ ഞങ്ങളെ ചതിച്ചു ഒത്തിരി പേര് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മാന്യമായ ഒരു വണ്ടി ബ്രോക്കർ, അതായത് വണ്ടിയെ, വസ്തുവെ, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീതിപൂർവമായ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അല്ലാതെ അവരൊരു പച്ചക്കറി വിറ്റു അല്ലെ മീൻ വിറ്റു അഭിമാനം കള്ളം പറഞ്ഞ് ചെയ്യുന്നൊരു പരിപാടിക്ക് ദൈവാസന്മാര് പോകരുതെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു പച്ചക്കറി കട അല്ലെ അത് എന്തെങ്കിലും ഒരു ഗ്രോസറി സ്റ്റോർ നടത്തുന്നു, അപ്പം അങ്ങനെ നടത്തുന്നതിൽ ഇപ്പൊ പ്രശ്നമില്ല. അതിനകത്തും പ്രശ്നങ്ങളുണ്ട്, ശരിക്കും ഉണ്ട്. ടാക്സുകൾ നമുക്കറിയാമല്ലോ, ഇപ്പൊ എല്ലാം കൃത്യമായിട്ടാണോ? എന്നാൽ പോലും ഞാൻ പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വിളിച്ചു പറയുന്നത് എന്തോ സത്യവചനമല്ലേ. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട്, ദൈവഭയം സഭയെ നഷ്ടപ്പെട്ടു. രസകരമായ ഒരു ചോദ്യം പോലെ തന്നെ ചോദിക്കാം, ദേവദാസന്റെ ഒരു ഗ്രോസറി സ്റ്റോർ അവിടെ സിഗരറ്റ് വിൽക്കാൻ പറ്റൂ? അത് ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു ദേവദാസന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം വിശ്വാസത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും പാടില്ലെന്നാ പറയുന്നത്. അപ്പൊ അവര് പറയുന്നറിയോ, ഞാൻ കൊടുത്തില്ല, അടുത്ത കടയിൽ പോയി മേടിച്ചോളും. അദ്ദേഹം ഒരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ബാറിനടുത്താണ് അതിന്റെ കട. ഒരു ബാറിനടുത്ത് ഒരു കടയുണ്ടെങ്കിൽ, ഒരു പെട്ടിക്കട പോലെ അത്യാവശ്യം സാധനങ്ങൾ, സ്റ്റേഷനറി, ചെറിയ എല്ലാം ഉണ്ട്, നല്ല കച്ചവടം നടക്കുന്നത്. ഏതാണ്ട് ഒരു 2000 രൂപ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. അവിടെ സിഗരറ്റ് വിൽപ്പന നടക്കും. പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പാപമാണ്, ഒരു ദൈവഭയത്തിൽ ചേരത്തില്ല. എന്ന് വെച്ചാൽ സുവിശേഷത്തിലൂടെ അത് വന്നപ്പോൾ അദ്ദേഹം അത് നിർത്തി നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ചിട്ടി ഡെയിലിയുള്ള അറിയാമല്ലോ, മറ്റു വണ്ടി EMI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങി. പക്ഷെ കർത്താവായുടെ മകനിലൂടെ ഒരു വഴി തുറന്നു. എനിക്കറിയാവുന്ന വേറെ TPM ഒരു വിശ്വാസി എനിക്കറിയാം, അദ്ദേഹം ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തുമ്പോൾ നമുക്കറിയാലോ വരുമാനം. എനിക്കറിയാവുന്ന അങ്ങനെ ഒരു സംഭവം, ഒരാൾ ഇതുപോലെ ഗ്രോസറി സ്റ്റോർ നടത്തുന്നത്, അദ്ദേഹം സിഗരറ്റിന്റെ വിൽപ്പനയൊക്കെ നിർത്തി. നേരിട്ട് അറിയാമെന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഈ വൈകുന്നേരം പാല് വാങ്ങിക്കാനും ഒക്കെ ആൾക്കാർ വരുന്നില്ലേ, അവരുടെ ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ അവരതിനോടൊപ്പം പാലും പല സാധനങ്ങളും വാങ്ങിക്കുക, അവർക്ക് കച്ചവടം നടക്കും. പക്ഷെ അത് ആ ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ തന്നെ അവർക്ക് നഷ്ടം, നല്ല 100% നഷ്ടം വരും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു മാസം തകിടം പറഞ്ഞു. അദ്ദേഹം തന്നെ ചിന്തിച്ചു, എടുത്ത നല്ലൊരു തീരുമാനം ആണോ എന്ന് പോലും ചിന്തിച്ചു. പക്ഷെ ദൈവത്തിൽ പൂർണ്ണമായി നാം ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ ദൈവനാമത്തിന് വേണ്ടി നാം നോ പറയുന്ന വിഷയങ്ങളുടെ മേലെല്ലാം യേശു പറഞ്ഞു വേറെ വഴി തുറക്കാൻ. കാരണം നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. കാരണം നമ്മൾ നിമിത്തം ചെറിയ പറഞ്ഞില്ലേ, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഇപ്പൊ ഞാൻ കൊടുത്തില്ല, വേറൊരിടത്ത് പോയി അവർ വാങ്ങും. നീ അതിന് മുഖാന്തരമാകരുത്. ചെറു പറയുന്നില്ലയോ, ഈ വീഡിയോയിലെ ദൈവികമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഷെയർ പോകുന്നില്ലേ, ഒരു ദൈവാസം പറഞ്ഞ ശക്തമായ പാപമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളിട്ടു, ഞാൻ വേറൊരാൾക്ക് ഇട്ട് കൊടുത്ത് ചെയ്യാൻ നീ പാടില്ല. കാരണം അതാണ് അപ്പന്റെ നഗ്നത കണ്ടിട്ട് എന്ത് ചെയ്തു, ഒരു മോനെ അവൻ പോയി എന്ത് ചെയ്തു, സൗരങ്ങളോട് പറഞ്ഞു. ഇന്ന് അതിൽ കൂടെ നടക്കുന്ന മുഴുവൻ അതല്ലേ. മറ്റവൻ വന്ന് ആ രണ്ടുപേരും ഒന്ന് മുഖം തിരിച്ച് അപ്പന്റെ നഗ്നത മറച്ചു. അപ്പൻ ഉണർന്നപ്പോ എന്താ, കനാൻ നീ ശപിക്കപ്പെട്ടവൻ. കാരണം നഗ്നത ബലഹീനതയെ കാണിക്കുക, കുറവുകളെ കാണിക്കുക, അത് പറയാൻ അനുവാദമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ജോലി ചെയ്യുന്ന വിഷയങ്ങളിൽ ഈ ദൈവദാസൻ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ദൈവാസന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചല്ലേ. അപ്പൊ അതിനകത്ത് ദൈവനാമം ദുഷിക്കപ്പെടും. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു വണ്ടി അദ്ദേഹം മനഃപൂർവ്വം ആയിരിക്കത്തില്ല, ഒരു വണ്ടി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ ഒരാള് കളിപ്പിച്ചു, അതിനെന്തോ ഇഞ്ചൻ പ്രശ്നമായിരുന്നു, ഞങ്ങളോട് മറച്ചു വെച്ചു, അതിന് ടയർ അല്ലെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ഡോക്യുമെന്റ് ഇന്ന പ്രശ്നം ഉണ്ട്, അദ്ദേഹം നമ്മളോട് പറയേണ്ടതല്ലായിരുന്നു. പറ്റാം, അത് പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു വരും. ബന്ധുക്കോസുകാര് ചതിച്ചു, ബന്ധുക്കോസുകാരാ ചെയ്തേ, ബന്ധുക്കോസുകാരാ വേദോസ്തം എടുത്തവരാ ചെയ്തേ, കറുത്ത പുസ്തകം എടുത്തവരാ ചെയ്തേ, ഞങ്ങൾ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞവരാ ചെയ്ത്. എന്തുകൊണ്ട് ആരും വേല ചെയ്യണ്ടായോ, മിനിസ്റ്റർ ചെയ്യണ്ടായാലും എന്താ ജോലി ചെയ്യണ്ടെന്നൊന്നും അല്ല പറഞ്ഞ്. ഏറെക്കുറെ ദൈവനാമം ദുഷിക്കപ്പെടാത്ത കാര്യങ്ങളിൽ അത് ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്ക് അടുത്തിടെ അറിയാം, ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ടു, എനിക്ക് അതിന്റെ ഇത്ര % കൃത്യമായിട്ട് എന്റെ കണക്കതാ. ആ വ്യക്തി പറഞ്ഞതാ, ആ ബിസിനസ് ആ ലെവലിലേക്കായി കാര്യങ്ങൾ. അദ്ദേഹം സുവിശേഷിക്കുന്നില്ല, എനിക്ക് ഇത്ര % എന്റെ കമ്മീഷൻ ഇത്ര ആണ്. ദൈവപതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ദൈവികമല്ലാത്ത ചെയ്യൽ, ഇതെല്ലാം ലാഭം നമ്മൾ പറഞ്ഞില്ലേ,
അവൻ ചൂഷണം ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പം